ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നവംബർ 1 ചതയം കിച്ചുവിൻ്റെ പിറന്നാൾ. ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. അപ്പോൾ നമ്മളന്ന് അതിൻ്റെ ഭാഗമായിട്ടൊന്ന് അമ്പലത്തിൽ പോവാണ്. ഉദയനാപുരത്ത് അമ്പലത്തിലാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതാ ഇയാളും കൂടെ നമ്മുടെ കൂടെ കയറി പോന്നു. എൻ്റെ പൊന്നമ്മച്ചി ഏത് അമ്പലത്തിലും അമ്മയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിറന്നാളായിട്ട് നീ അതിൻ്റെ കൂടെ നിൻ്റെ മുഖം കറക്റ്റ് സുന്ദരിയായിട്ട്. ഗൈസ്, നമ്മളങ്ങനെ ഉദയനാപുരത്ത് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ശരിക്കും എന്താ പിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് തൊഴുത് ഇപ്പോൾ സമയം 6:10 നമുക്ക് 7 മണിക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പ്രണവ് മോഹൻലാലിൻ്റെ. സോ ആ പടം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ കൂടെയാണ്. അമ്മയ്ക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്തോ പോലെ. മക്കളെ, അമ്പലം അടിപൊളി, പ്രത്യേകിച്ച് ആ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ കിച്ചുവിന് നല്ല ഭാഗ്യമുള്ളൊരു കുട്ടിയാണ്. ഉദയനാപുരത്ത് അമ്പലത്തിൽ അവളുടെ കറക്റ്റ് നാളിൽ തന്നെ പോകാൻ പറ്റി, നന്നായി തൊഴാനും പറ്റി. എന്തായിരുന്നു ഒരു വൈബ് അമ്പലത്തിൽ. നമ്മളിത് അങ്ങനെ പായസം മേടിച്ചിട്ടുണ്ട്, ഉദയനാപുരത്ത് പ്രസാദം. നല്ല ടേസ്റ്റായിട്ട് ഈ പായസത്തിന്, നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അമ്മ രണ്ടാമത്തോട്ടൊക്കെ കയ്യിൽ മേടിച്ചല്ലേ നക്കണാനിച്ച് ഉണ്ടോ? രണ്ടാമത്തോട്ടം മേടിച്ച് നക്കണ കൂടു എനിക്കിവിടെ ഭയങ്കര എനിക്കറിയില്ല, എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഇമോഷണലായി പോയി. ഞാൻ എപ്പോൾ ചുമ്മാ കറിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പറ്റാം. നമുക്കിങ്ങനെ പായസം കിട്ടി ഗൈസ്, കണ്ടോ? നല്ല ടേസ്റ്റുള്ള പായസം. സിനിമയ്ക്ക് പോകാൻ സമയമായി. കറക്റ്റായിട്ട് 6:40 ഇനി 20 മിനിറ്റ് ഉണ്ട്. നമ്മൾ പടത്തിന് പോകണം ഇവിടെ നേരെ. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇത്തിരിയാണ് സിനിമ തുടങ്ങാൻ ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും നമ്മൾ എത്തിയിരിക്കുകയാണ്. അളിയനും ചേച്ചിയും കുറേ നേരം ടിക്കറ്റ് തരാം, നീ ഓൺലൈനുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ പടം കഴിഞ്ഞു മക്കളെ. ശരിക്കും പറഞ്ഞ ഒരു പടത്തിൻ്റെ റിവ്യൂ പറയാൻ പറ്റുന്നൊരു മൂഡില്ലല്ലേ, എന്നാലും ഞാൻ പറയാം, നല്ല കിടിലം പടം, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഓഡിയൻസും അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ കാണണം, എന്നാലേ ആ പടം ആസ്വദിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിശപ്പിൻ്റെ വിളിയായതുകൊണ്ട് നേരെ സുബാനിലോട്ട് പോയി. അവിടെ ചെന്ന് നല്ല ഫുഡ് അടിച്ചു. ഇനിയിപ്പോൾ ഫുഡ് അടിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.